തമ്മരവിയമ്മയും ശേഖരങ്ങളുടെ നമ്മപ്പനും രുധിരപ്പിണ്ടിപ്പരദേവത മുൻപായി മേലേടത്ത് പടിഞ്ഞാറ്റിയിൽ നിലനിന്ന് പോരുന്ന കാലത്ത് അന്നേരത്തെ ഒരു അവസ്ഥ വിശേഷിച്ചു മേലേടത്ത് ചക്കിയമ്മ. മുക്കുറ്റിയും മൂവർമലക്കുന്നും നല്ല വേങ്ങയും കരിമ്പനക്കാടും 4 ഊമ്പനമുണ്ടല്ലോ കേള ഒത്തിയടക്കി കുഴുവാരം കാണിച്ചു തരണം എന്നവസ്ഥ വിശേഷിച്ചു. 7 വാരം ഇരുമ്പുരുക്കും കൊണ്ടൊരു ഉങ്കത്തിയാളും പണിയൊരുക്കി വെച്ചു. മേലേടത്ത് പടിഞ്ഞാറ്റവൻ ഭേദമായി വെച്ച മുക്കുറ്റി കള്ളും മുന്നാടുകളാക്കും ഒരു കുറ്റി കുടിച്ച് 2 കുറ്റി മാറാപ്പാക്കി കെട്ടി ഊമ്പനത്തിൽ കൈയെടുത്ത് ഊമ്പനം 4 തളിച്ച് ഇട്ടതിൻ്റെ ശേഷം ഇനി എന്ന് വേണം അഗ്നി കൊളുത്തുവാൻ എന്നവസ്ഥ കരുതി ഞായറാഴ്ച നട്ടുച്ച നേരത്ത് 4 ഞെടിക്ക് തീയും കൊടുത്ത് നടുവിൽ ശേഷപ്പെട്ടു പോയി. 3 ഞെടിക്ക് കത്തിച്ച് 4ാമത് വയക്ക് ഇട്ട സമയത്ത് അതിലൊരു മരം ഉണ്ടായിരുന്നു, കരിനെല്ലി മരം എന്ന് പറഞ്ഞാൽ അത് മുറിച്ച് കളഞ്ഞില്ല, അതവിടെ നിർത്തി. അപ്പം 4ാമത് ഞെടിക്ക് തീ കൊടുത്ത സമയത്ത് കാറ്റ് കോപിച്ചു, തീയും കോപിച്ചു. അങ്ങനെ എവിടെയും പോകാൻ രക്ഷമില്ലാതെ ഒരു മാർഗം ആയി. അപ്പോൾ നടുവിൽ അകപ്പെട്ടു. ഏളന് ഏത് ഭാഗത്തേക്കും ഒഴിഞ്ഞു പോകാനില്ല, പറ്റാതെ ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ ചാടിക്കയറി. ഓടിക്കയറിയ സമയത്ത് ഇതേപോലെ പേടിച്ചുകൊണ്ട് 2 സർപ്പങ്ങളുണ്ടായിരുന്നു, കാളിയനും കരിവേലനും. അവരും ഈ മരത്തിൻ്റെ മുകളിൽ ഈ വേവിലാതിക്ക് ചാടിക്കയറി ഈ കേളൻ്റെ 2 മാർവിനും കടിച്ചു. അങ്ങനെ 3 പേരും അഗ്നിയിൽ വീണ് അഗ്നിപ്രപഞ്ചമായി തീർന്നു. അന്നേരം ആ സമയത്ത് നായാട്ടിനായിട്ട് ദൈവം വയനാട്ടുകുലവൻ പള്ളിവാട്ട നായാട്ടിനായി പോകുമ്പോൾ ഇത് കണ്ടു. അടുത്തെത്തി നോക്കിയപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ട സമയത്ത് വില്ലുകാല് കൊണ്ട് മുട്ടി നോക്കി. അപ്പോൾ അത് വില്ലുകാല് പിടിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു. അങ്ങനെ കണ്ടതുകൊണ്ട് കണ്ടനാട് കേളനെന്ന് പേര് വിളിച്ചു. കോട്ടപ്പാറ മുൻപേതുമായി കൂട്ടിക്കൊണ്ടുപോയി അവിടെ കോട്ടപ്പാറയ്ക്ക് അവിടെ കുഞ്ഞിക്കോരെന്ന് പറഞ്ഞ ഒരു തറവാട്ടുകാരനുണ്ടായിരുന്നു. അയാളുടെ അവിടെ പടിഞ്ഞാറ്റകത്ത് കുടിയിരുത്തിച്ചു. ആ കുഞ്ഞിക്കോരൻ കയ്യാധാരമായിട്ട് ഈ നിരുപ്പും പാനവും എല്ലാം കെട്ടും കോലവും കെട്ടി. അങ്ങനെ ആ കുഞ്ഞിക്കോരൻ എന്ന് പറഞ്ഞ അയാൾ മരിച്ച സമയത്ത് അയാളും ദൈവക്കോലമായി. വയനാട്ടുകുലവനും കണ്ടനാടുകളിലും കുഞ്ഞിക്കോരനും ഇങ്ങനെ 3 പേരും ദൈവങ്ങളായിട്ട് ആരാധിച്ചു വരുന്നുണ്ട്. അങ്ങനെ ആണ് ഈ കണ്ടനാട് കേളൻ എന്ന പേര് കിട്ടിയത്. കണ്ടത് കൊണ്ട് വയനാട്ടുകുലവൻ വിളിച്ച പേരാണ് കണ്ടനാട് കേളൻ എന്ന്. ഇതാണ് കേളൻ്റെതായ കണ്ടനാട് കേളൻ്റെ ചരിത്രം. ഇങ്ങനെയാണ്. കളിയാട്ടക്കാവുകളിൽ നിന്ന് തെയ്യം ഉറഞ്ഞാടുമ്പോൾ ആ തെയ്യത്തോടൊപ്പം മനസ്സും പലപ്പോഴും ഉറഞ്ഞതുള്ളവും എന്നത് സ്വാഭാവികമാണ്. കാവുകളിൽ നിന്നും വാചാലുകൾ തെയ്യത്തിൽ നിന്നും നമ്മളിലേക്ക് പകർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങളെ അറിയാതെ നമ്മളിൽ നിന്നും തെയ്യം ചോർത്തിയെടുക്കുമ്പോൾ നമ്മുടെ നോവുകളും നമ്മുടെ സങ്കടങ്ങളും തെയ്യത്തോട് നേരിട്ട് പറയാം. ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഓരോ വ്യക്തികൾക്കും, ആരോടും പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ. പക്ഷേ തെയ്യം ഒരു മധ്യസ്ഥൻ്റെ റോള് വഹിക്കുകയാണ്. ഉരുകിത്തീരുന്ന മനസ്സിലേക്ക് കുളിർമഴ പോലെയാണ് തെയ്യത്തിൻ്റെ വാചാലുകൾ. തെയ്യം ഒന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ചാരിതാർത്ഥ്യമുണ്ടാവും. കൈപിടിച്ച് ഗുണം വരുത്തണേന്ന് പറയുമ്പോൾ എൻ്റെ പൈതങ്ങളെ
നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ ഇല്ലേ എന്ന് പറയുമ്പോൾ നമുക്കൊരു രക്ഷകർത്താവിനെ കിട്ടുകയാണ്. അറിയാത്തൊരു ആനന്ദം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ദൈവത്തിന് കഴിയുന്നു. ഇപ്പം മുത്തപ്പൻ നമ്മൾ വിചാരിച്ച കാര്യങ്ങളും വിചാരിച്ചാൽ അത് നടക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥന വെച്ചാൽ നമ്മൾ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്, മുത്തപ്പൻ കഴിക്കും. അങ്ങനെയാണ് അത് എല്ലാവർക്കും അങ്ങനെ. വീടുകളിൽ മുത്തപ്പനെ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വിചാരിച്ചാൽ അത് നടക്കും. എന്നിട്ട് വീടുകളിൽ മുത്തപ്പൻ കഴിക്കും. അങ്ങനെയാണ്. തെയ്യത്തോട് ഇത് പറയുമ്പോൾ നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മുത്തപ്പനോട് എന്ത് പ്രശ്നം പറഞ്ഞാലും, പടയിൽ ചാമുണ്ടിയോട് എന്ത് പ്രശ്നം പറഞ്ഞാലും ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ അപ്പോഴപ്പോൾ പരിഹാരം നിർദ്ദേശിക്കുന്നു എന്നതാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തെയ്യം നമ്മൾ ഉണർത്തുന്ന വൈകാരികമായ ഭാവപ്രപഞ്ചം. അത് ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ആൾക്കൂട്ടത്തിൻ്റെ മനസ്സ് മുഴുവനും തന്നിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് നമ്മളിൽ ഒരാളായി തെയ്യം മാറുമ്പോൾ തീർത്തും ആശ്വാസത്തോടു കൂടിയാണ് കളിയാട്ട കാവുകളിൽ നാം മടങ്ങിപ്പോകുന്നത്. കനലാടിയുടെ മനസ്സിൽ നിന്നും ഊറി വരുന്ന വാക്കുകൾക്ക് എന്തെന്നില്ലാത്തൊരു ശക്തിയുണ്ട്. ഒരു തെയ്യം കലാകാരൻ തെയ്യമായി മാറുമ്പോൾ അവനറിയാതെ ദൈവമായി മാറുകയാണ്. നമ്മളും അങ്ങനെ തന്നെ. നമ്മുടെ മുമ്പിൽ കൺകണ്ട ദൈവമാണ് ഇപ്പോൾ മുത്തപ്പനായാലും ഏത് ദൈവമായാലും നമ്മൾ അറിയാതെ തൊഴുതു പോകും. എത്ര നിരീശ്വരവാദിയാണെങ്കിൽ പോലും തെയ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. അറിയാതെ നമ്മൾ എഴുന്നേറ്റ് പോകും. അറിയാതെ നമ്മുടെ മനസ്സിലെ വികാര വിചാരങ്ങൾ തെയ്യത്തോട് പറയും. തെയ്യം നമുക്ക് അനുകൂലമായി പ്രതികരിക്കും. ആശ്വാസവുമായിട്ടാണ് കാവുകളിൽ നിന്നും ഇറങ്ങി. ഇതിൽ പരം എന്താണ് നമുക്ക് വേണ്ടത്? നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തെയ്യം നമ്മളിലേക്ക് പകരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സ് തണുക്കുന്നു. ഈ തണുപ്പാണ് നാം ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് തെയ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എൻ്റെ പേര് അഭിനന്ദ് പെരുവണ്ണ. തെയ്യത്തിൽ വരാൻ തന്നെ കാരണം എനിക്ക് തെയ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ്റെയും അച്ചാച്ചൻ്റെയും വല്യച്ഛൻ ആപ്പൻ്റെതൊക്കെ കണ്ട് തെയ്യത്തിലേക്ക് വരണമെന്നിരിക്കുന്ന ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ തെയ്യത്തിലേക്ക് ഇറങ്ങിയത്. പിന്നെ എനിക്ക് പട്ടുമുളയും കിട്ടിയത് കൗവായി പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഒറ്റക്കോലം തീച്ചാമുണ്ടി കെട്ടിയിട്ടാണ് പട്ടുമുളയും ആചാരപ്പെടുത്തിയത്. അതുപോലെ എൻ്റെ അച്ഛനും അവിടെ നിന്നാണ് ഒറ്റക്കോലം കെട്ടിയിട്ട് പട്ടുമുളയും നൽകിയത്. തെയ്യം കെട്ടുമ്പോൾ തന്നെ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് തെയ്യം കെട്ടുക. ഇറച്ചി, മീൻ ഇങ്ങനത്തൊന്നും കഴിക്കൂല. പച്ചക്കറി മാത്രം കഴിച്ചിട്ടാണ് വ്രതം. അങ്ങനെ നല്ല ഇതിൽ നിന്നിട്ടാണ് ഞാൻ തെയ്യം കെട്ടാൻ പഠിച്ചത്. ഇപ്പോൾ ഒരു തെയ്യം കെട്ടുമ്പോൾ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും ഓരോ തെയ്യത്തിനും ഓരോ മന്ത്രമായിട്ട് അപ്പം അതിലൊക്കെ പ്രാർത്ഥിച്ച് നല്ലോണം പ്രാർത്ഥിച്ചാണ് നമുക്ക് ആ ദൈവത്തിൻ്റെതായ ആ ഒരു സമയത്ത് നമുക്ക് ഉള്ളത്. തെയ്യം കെട്ടുമ്പോൾ ഒരു സമയത്ത് ആ സമയത്തുള്ള ഒരു ദൈവത്തിൻ്റെ കടാക്ഷം എന്തായാലും ഉണ്ട്.
ഇപ്പം തെയ്യത്തിന് വേണ്ടുന്ന അണിയലും ആഭരണങ്ങളൊക്കെ ഇപ്പം മുഖത്ത് വരക്കുന്ന ചായില്യം അത് ഇപ്പം വാങ്ങാനെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം അണിയലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പം വീട്ടിൽ നിന്ന് തെയ്യ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലത്ത് വീട്ടിലിരുന്നിട്ട് തന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ അണിയലും അടുത്ത സീസണിലേക്കുള്ള അണിയലങ്ങളൊക്കെ ഒരുക്കും. തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ദൈവത്തിന് തൊഴാൻ വരുമ്പം നമുക്ക് ആ ഒരു സമയത്തുള്ള ആ ഭക്തനോട് തോന്നും. അന്നേരം ആ സമയത്തുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തെയ്യം കെട്ടുമ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു സമയത്ത് തോന്നുന്നതാണ്. ആ സമയത്ത് എന്നാണ് ചെയ്യേണ്ടത്, അടുത്തത് എന്താ ചെയ്യേണ്ടത്, ആ സമയത്ത് എന്നാ തോന്നുന്നത് അത് ചെയ്യും. ആ സമയത്ത് എന്തായാലും വരും അടുത്തത് എന്നാ ചെയ്യേണ്ടത്, എന്നാണ് കളിക്കേണ്ടതെന്നെല്ലാം അന്നേരം ഒരു സമയത്ത് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ തെയ്യ സീസൺ കഴിഞ്ഞാൽ ആ ഒരു വരുമാനം കൊണ്ടാണ് പിന്നേത്തുള്ള ഒരു 6 മാസം നമ്മൾ ആ മഴക്കാലം കഴിയുന്നത്. ചെറിയ എന്തെങ്കിലും പണിക്ക് എന്തെങ്കിലും ആയിട്ട് പോവും. പിന്നെ എന്തെങ്കിലും ഇപ്പൊ തെയ്യം കഴിഞ്ഞ് പൊള്ളിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നോക്കുക. അതിൽ നമുക്ക് ചെറിയ വരുമാനം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയാലായി, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ആ കെട്ടിയതിൽ നിന്ന് ആ തുകയിൽ നിന്ന് തന്നെ എടുക്കേണ്ടത്. ഇപ്പം ഞാൻ കെട്ടിയിട്ട് കണ്ടനാറുകളും കെട്ടിയിട്ട് എൻ്റെ കാല് പൊള്ളിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ തെയ്യം കെട്ടിയ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്ക് നമ്മളൊരു മാമന് ഇതിനിടക്ക് തെയ്യം കെട്ടിയിട്ട് പിന്നെ ലിഗമെന്റ് പൊട്ടിയിട്ട് ഇപ്പം കിടപ്പിലാണ്. ഇപ്പോഴുള്ള തലമുറ, ഇനിയും വരുന്ന തലമുറയ്ക്ക് ഇത് കാണുമ്പോൾ ഇനിയും അവർ ഇതിലേക്ക് കടന്നു വരുമോ എന്ന് സംശയമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പം ഇപ്പോൾ ഒരുപാട് ഫോണിലും അത് ഇതും തെയ്യത്തിനൊരു കാഴ്ച രൂപമായി കാണുന്നുണ്ട്. ഇപ്പം എല്ലാവരും റീൽസും കാര്യങ്ങളെല്ലാം ഇതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം ആരും വരുന്നു തോന്നുന്നില്ല. നമ്മളിപ്പം ഒരു തെയ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വരുമാനം പറയും. അപ്പം അത് അവർ ചിലപ്പം കൂട്ടിത്തരും. നമ്മൾ ഓരോ വർഷം പറയും ഇങ്ങനെ നമുക്ക് ഇത്ര പോലെ ചിലവുണ്ട്, നമ്മൾ പൂവും മണിക്കും നമ്മൾ അണിയലങ്ങളൊക്കെ ഒരുക്കണമെങ്കിൽ വലിയ പൈസ വേണം. അപ്പം നമ്മൾ അവരോട് പറയുമ്പം അവരവരെ അവസ്ഥയും പറയും. അവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള വേണ്ട ഇതും അപ്പം എന്തെങ്കിലും ആയിട്ട് അവർ ഒപ്പിച്ചിട്ട് നമുക്ക് നല്ലൊരു ഇതായിട്ട് തരും. ആദ്യമായിട്ട് തെയ്യം കെട്ടിയ അനുഭവം എന്ന് പറയാൻ പറ്റും? ആദ്യമായിട്ട് ഞാൻ കെട്ടിയത് കണ്ണച്ചാരെന്നു പേരായൊരു നരവരനം തമ്പുരാനം ഹിവത്മം തന്നെ സേവിച്ചുമേവും സമനം കേളനെന്നുള്ള മത്യൻ അന്നോട് യത്നം പുനരതമടി കൂടാതെ ചെയ്തും ഞാനെന്ന ഭാവാൽ അഗതിജനെ ചെയ്തിരിക്കും ദശായം വീരങ്ങൾ പ്രളധാന്യ ബീജമവിധം നേരെ വിതച്ചിടുവാൻ
തെയ്യങ്ങൾ മീനമാസത്തിലെ ഉഷ്ണച്ചൂളയിൽ വെന്തുനീറുമ്പോഴും തന്നുടലിനെ ദൈവപ്രഭയിലേക്ക് പരകായ പ്രവേശനം നടത്തി കാവുകളിലും കൊട്ടങ്ങളിലും മുണ്ടകളിലും മുച്ചിലൂട്ടുകളിലും ഉറഞ്ഞാടി ഉരിയാടി നാടിനും നാട്ടാർക്കും സാന്ത്വന കുളിർമ നൽകി കാലാന്തരങ്ങളായി ഭൂമിയെ സാർത്ഥകമാക്കുന്നവർ. എന്നാൽ തെയ്യം കലാകാരൻ്റെ സഹന സംഹിത ജീവിതം. തെയ്യാട്ടക്കാലം വർഷത്തിൽ കേവലം 4 മാസം മാത്രം. പിന്നെ കോളും കൂലിയും കൂട്ടിയും കിഴിച്ചും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാവാത്ത ജീവിതത്തിൻ്റെ അണിയറയിലേക്ക് പ്രതീക്ഷകളോടെ അടുത്ത ഊഴത്തിനായുള്ള കാത്തിരിപ്പ്. പുതുതലമുറ പലപ്പോഴും മറുജോലി തേടിപ്പോകുന്നുവെങ്കിലും അനുഷ്ഠാന കലോപാസകർ വറുതിയും വ്യാധിയും ബാക്കിയാണെങ്കിലും തെയ്യാട്ട ജീവിതത്തിൽ തൻ്റേതായൊരിടം എന്നും തേടുകയാണ്.